മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെയും MLA-യുടെയും കാർ യാത്ര. കായിക വകുപ്പ് മന്ത്രി OJ ജനീഷിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജേസൺ ജെയിംസും കരുനാഗപ്പള്ളി MLA CR മഹേഷുമാണ് നിയമങ്ങൾ ലംഘിച്ച് കാർ യാത്ര നടത്തിയത്. കാർ ഓടിക്കുന്ന മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല. വാഹനം ഓടിച്ചുകൊണ്ട് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയാണ് കാർ യാത്ര. കൂടെയുണ്ടായിരുന്ന MLA CR മഹേഷും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, അധികാരത്തിലെത്തിയാൽ എന്തുമാകാം എന്നുള്ള ഒരു ധാർഷ്ട്യം തന്നെയാണോ ഇവർക്കൊക്കെയും ഉള്ളത്? അതായത് ഒരു MLA ജനപ്രതിനിധി മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ആളാണ്. അയാൾ പോലും അത്തരത്തിലുള്ള നിയമലംഘനം നടത്തുന്നു. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും അത്തരത്തിൽ അതേ കാര്യം ആവർത്തിക്കുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ ഇതുവരെയും തയ്യാറായിട്ടില്ല, അല്ലേ? KP, ഒരു കാറിൽ ആണ് ഇവരെല്ലാം യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും, അത് കരുനാഗപ്പള്ളി MLA CR മഹേഷും അതോടൊപ്പം തന്നെ മന്ത്രി OJ ജനീഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും അതോടൊപ്പം പുറകിലായി മറ്റുള്ളവരും ഇരിപ്പുണ്ട്. ഈ സമയത്ത് രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്നുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. അതായത് MLA ഉണ്ട്, അതോടൊപ്പം തന്നെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുണ്ട്. ഇവരൊക്കെ തന്നെ ഇത്തരത്തിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വീഡിയോ ചിത്രീകരിക്കുന്നു. പിന്നീട് അത് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പങ്കുവയ്ക്കുന്നു. അങ്ങനെ നിയമലംഘനം നടത്തിയിട്ടും, അതായത് ഒരു സാധാരണക്കാരനെ ഏതുവിധേനയും പിടികൂടിക്കൊണ്ട് അവന് മേൽ പിഴ ചുമത്തുന്ന മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെയൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷ്വലടക്കം വൈറലായിട്ടുണ്ട്. അതേസമയം തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൃത്യമായി നിയമങ്ങൾ പാലിക്കേണ്ട ആളും അതോടൊപ്പം തന്നെ ഈ ജനങ്ങൾക്ക് മാതൃകയാവേണ്ട ആളുമാണ്. പക്ഷേ അതിന് വിരുദ്ധമായാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ കർശനമായി തന്നെ നടപടിയെടുക്കണമെന്നുള്ളതാണ് ഉയർന്ന ആവശ്യം. യെസ്, കണ്ടിട്ടും കാണാതെ മോട്ടോർ വാഹന വകുപ്പ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.